നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ നാളുകളിലെ ധ്യാനങ്ങളും ചിന്തകളും നമ്മുടെ ജീവിതയാത്രയ്ക്ക് കരുത്തേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗത്തെ ആസ്പദമാക്കിയാണ്. പ്രസ്തുത വേദഭാഗത്തിൽ ദൈവത്തോടൊപ്പം യാത്ര ആരംഭിച്ച ഏലിയ പ്രവാചകന്റെ ജീവിതം ദൈവത്തിൽ അവസാനിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്നും 3 ചിന്തകൾ നിങ്ങളോട് ചേർന്ന് പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, ദൈവത്തോടൊപ്പമുള്ള യാത്ര പരീക്ഷണങ്ങളുടെയും ഒരുക്കങ്ങളുടെയും അനുഭവമാണ്. ജേർണി വിത്ത് ഗോഡ് ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് ട്രയൽസ് ആൻഡ് പ്രിപ്പറേഷൻ. വിശുദ്ധ വേദ പുസ്തകം നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ് എന്നതാണ്. എന്നാൽ ഓരോ പരീക്ഷണങ്ങളുടെയും അനുഭവങ്ങൾ ഒരുക്കത്തിൻ്റെ അനിവാര്യത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഏലിയാവ് ദൈവത്തിൻ്റെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഏലിയാവ് നിരാശയിലേക്ക് തള്ളപ്പെടുന്നതായി നാം കാണുന്നു. ജീവിതാനുഭവങ്ങളിൽ തളരുമ്പോഴും ഏലിയാവ് ദൈവത്തെ അന്വേഷിക്കുന്നതായി കാണുന്നു. ദൈവമനുഷ്യൻ പരീക്ഷയിൽ നിന്നും അന്യനല്ല എന്ന് ഏലിയാവിൻ്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അനുഭവങ്ങൾ ദൈവത്തെ കാണുന്നതിനും ജീവിതത്തെ ദൈവത്തോടൊപ്പം ഒരുക്കപ്പെടുന്നതിനും സഹായകരമാകുന്നു. രണ്ടാമതായി, ദൈവത്തോടൊപ്പമുള്ള യാത്ര ദൈവാത്മാവിന് സമർപ്പിക്കപ്പെടുന്ന അനുഭവമാണ്. ജേർണി വിത്ത് ഗോഡ് ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് സബ്മിഷൻ ടു ഗോഡ്സ് സ്പിരിറ്റ്. ഏലിയാവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു. ആ സമർപ്പണം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഏലിയാവിനെ സഹായിച്ചു. വാക്യം 9 നാം ഏലിയാവിൻ്റെ ഈ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് തനിക്ക് ലഭിക്കണമെന്ന് ഏലിശ ആവശ്യപ്പെടുന്നതായി കാണാം. ഏലിശ ലോകപരമായതൊന്നും ആവശ്യപ്പെടാതെ നിലനിൽക്കുന്ന ആത്മാവിനെ ആവശ്യപ്പെടുകയാണ്. ഏലിശയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഏലിയാവിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങൾ തന്നിലൂടെ തുടരട്ടെ എന്നതാണ്. ദൈവത്തോടൊപ്പമുള്ള വിശ്വസ്തതയും സമർപ്പണവുമാണ് ഏലിശയുടെ വാക്കുകളിൽ കാണുന്നത്. ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ ശിഷ്യന്മാരിലൂടെ തുടരുന്നതിനുള്ള കാരണം പരിശുദ്ധാത്മാവിനെ നൽകിയതുകൊണ്ടാണ്. ഇന്ന് സഭയിലൂടെ ഈ ശുശ്രൂഷകൾ തുടരുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് സഭമേൽ പകരപ്പെട്ടതുകൊണ്ടാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ നമ്മളും നയിക്കപ്പെടുവാൻ നമുക്കും നമ്മെ ദൈവത്തിന് സമർപ്പിക്കാം. മൂന്നാമതായി, ദൈവത്തോടൊപ്പമുള്ള യാത്ര വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവമാണ്. ജേർണി വിത്ത് ഗോഡ് ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. ദൈവത്തോടൊപ്പമുള്ള യാത്രയിൽ നമുക്ക് കൈമുതലായിരിക്കേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയുമാണ്. ഏലിയാവിൻ്റെയും ഏലിശയുടെയും ജീവിതയാത്രയിൽ അവർക്ക് കൈമുതലായിരുന്നത് ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയുമാണ്. അതുതന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ധന്യതയും. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ ദിനങ്ങൾ നമുക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന അനുഭവങ്ങളായി തീരട്ടെ. ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും കണ്ടെത്തുവാനും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാനും ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ ദൈവത്തോടൊപ്പം ഒരുക്കപ്പെടുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം അതിന് സഹായിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്നോടൊപ്പം യാത്ര തുടരുവാനും നിന്നിൽ അവസാനിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.